ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ സതീശനും സുധാകരനും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് എത്ര സീനിയർ നേതാക്കൾക്ക് ദഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പലരും അത് പറയാതെ പറയുന്നുമുണ്ട്, സീനിയറായിട്ടുള്ള പല ആളുകളും. അതിനുശേഷം അവരെ ഏത് തരത്തിൽ സീനിയറായിട്ടുള്ള പല ആളുകളെയും ഏത് തരത്തിൽ മാറ്റി നിർത്തിയതെന്ന് നമുക്കറിയാം. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നേതൃത്വം ഇതിനെ സഹിക്കുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും ആ പാർട്ടി നന്നാവട്ടെ, കയറി വരട്ടെ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ലീഗ് മൂന്നാം കണ്ണ് തുറന്നിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനെ, താങ്കളിലേക്ക് വരാം, കോൺഗ്രസിനെ കൂടി ഭസ്മമാക്കും ഞങ്ങൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ എന്ന് പറയുന്നൊരു സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. അപ്പോഴാണ് ഈ തരത്തിലുള്ള സമീപനം നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ഏത് സാഹചര്യത്തിലായാലും അംഗീകരിക്കാൻ ഒന്നാണോ? നിങ്ങൾ സഹിക്കേണ്ടെന്ന്, നിങ്ങൾ ഈ പറയുന്ന ജനസ്വാധീനമില്ലാത്ത നേതാക്കന്മാരാണ് ഇവരെങ്കിൽ ഇവർക്ക് അതൊന്നും കൊടുക്കണ്ട. ജനസ്വാധീനമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. ഈ സുധാകരൻ തന്നെ ഇദ്ദേഹത്തിന് നല്ല, ഇപ്പം അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലുള്ള സംസാരം കുറച്ച് കൂടുതലായി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല സമയം ഉണ്ടായിരുന്നല്ലോ, CPM-ൽ കണ്ണൂർ CPM-ആയിട്ട് കട്ടക്ക് നിന്നിരുന്ന സമയം. നിങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചങ്ങ് APC പ്രസിഡന്റ് ആയിക്കൂടായിരുന്നു. ഈ പാർട്ടിയുടെ താല്പര്യമാണ് പ്രധാനം. എന്തേ ചെയ്തില്ല. ഇങ്ങനെ പ്രായമായി ഈ അത്തുമിത്തും പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അറിയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. ഇത് എല്ലാവരുടെയും ഒരു കുറ്റമാണ്. പിന്നെ ഞാനിതിൽ സുധാകരൻ വലിയ കുറ്റം പറയുന്നില്ല. ഇത് അദ്ദേഹം ഇന്നത്തേക്ക് കണ്ടുപിടിച്ചൊരു പ്രത്യേക വാക്കൊന്നല്ലല്ലോ. ഇത് അദ്ദേഹം ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുന്ന വാക്കായിരിക്കും. മലബാറിലൊക്കെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഈ വാക്ക് നിരന്തരം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹോദരന്മാരുടെ ഇടയിൽ കേട്ടില്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിരന്തരം ഇവരൊക്കെ നമ്മളെ പറയുന്നതല്ലല്ലോ. നമ്മളൊക്കെ ഈ എന്താണ് തണുപ്പിച്ച റൂമിലിരുന്ന് ഭയങ്കര എലീറ്റായി സംസാരിക്കുന്ന ആളുകൾ എന്നാണല്ലോ ഇവരൊക്കെ പറയുന്നത്. ഇവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ആളുകളല്ലേ. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ആളുകൾ ജനങ്ങളുടെ ഭാഷ സംസാരിക്കും. അതിനെന്താ പ്രശ്നം? ഞാനതല്ല, ഈ പല നേതാക്കളും നമുക്കറിയാം, പേഴ്സണലി വ്യക്തിപരമായി പല നേതാക്കളോട് ഇടപെടുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ നമ്മളോടും സൗഹൃദത്തിന്റെ പുറത്ത് പ്രയോഗിക്കാറുണ്ട്. സ്വാഭാവികമാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാം. പല ആളുകളും പറഞ്ഞത് പുറത്തു വന്നിട്ടുമുണ്ട്. പലതും വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾ പോലും ഓഡിയോ സംഭാഷണങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ സദസ്സ് വ്യത്യസ്തമാണെന്നേ. ഇവിടെ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നത് ആരെയാണ്? അധ്യക്ഷൻ. എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഗൗരവമാണ് പ്രശ്നം. നമ്മളൊക്കെ വീട്ടിലേ ഇത്തിരി വാക്കുകളൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട് കേട്ടോ. അവൻ പറയുന്ന സമയത്ത് കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞു തന്ന കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് സർക്കിൾ എന്നല്ലേ ഈ പറയുന്നത്. അതിനെന്താ പ്രശ്നം? അപ്പോൾ പറയുന്നു വീട്ടിൽ നിന്നും ബാപ്പയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നീ ഇപ്പം ഇതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നീ അറിയാതെ എപ്പോഴും പൊതുസമൂഹത്തും പറഞ്ഞു. ഇത് ഉള്ളതാണ്, ഇതൊരു വാസ്തവമാണ്. നമ്മളെ വീട്ടിൽ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് നമ്മളൊന്നും പൊതുസ്ഥലത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതായത് നീ ആരുടെ ഉച്ചാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് കൊടുത്തപ്പോൾ. അല്ലാതെ അന്ന് ഒരു കോൺഗ്രസ് ഞാനെന്താ വലിയ അതിശയിച്ചെന്നൊക്കെ പറയുന്നത് ഇതാണ് നല്ല അതിശയം. അവർ നേതാക്കന്മാരാണ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതപ്പോൾ നിരന്തരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ അത് പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളെ പാവം സുരേന്ദ്രനെ കണ്ടില്ലേ, സദാശിവ അവിടെ ഒരു ചിത്രം, ഇതാരാ ഈ തടിയനാരാന്ന് ചോദിച്ചത്. നിങ്ങളിതൊക്കെ പണ്ടും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നിഷാദിൻ്റെ ഗം പോലുള്ള പ്രോഗ്രാംസൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ടായെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനതൊക്കെ അദ്ദേഹത്തിന് മുമ്പ് തന്നെ തെക്കുള്ള ആളുകളെ പറ്റി വടക്കുള്ള ആളുകളെ പറ്റി പരാമർശം നടത്തിയിട്ടായിരുന്നു. ഇതൊക്കെ സാധാരണഗതിയിൽ ഹിപ്പോക്കാറ്റ്സ് ആയിട്ടുള്ള ആശയക്കാർ ഉള്ളിൽ പറയും, പുറത്ത് ചെയ്യാത്ത കാര്യങ്ങളാണ്. സുധാകരനോടുണ്ടായിരുന്ന ഉള്ളൊരു ബഹുമാനം, അല്ലെങ്കിൽ പിണറായി വിജയനോടൊക്കെ ഉള്ള ബഹുമാനം, ഇവർ അധികം ഹിപ്പോക്കാറ്റ്സ് അല്ല എന്നുള്ളതാണ്. ഇവരെന്താണ് എന്ന് അവർ കാണിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ആ നെഹ്റു കോളേജിൽ പയ്യൻ അടിച്ചു എന്ന കേസിലായിരുന്നു. അപ്പോൾ അതിന് കോമമായി സുധാകരൻ പോയി. അപ്പോൾ ലീഗാകുമ്പോൾ സുധാകരൻ പോകാം, ഞാൻ സുധാകരനാണ്, അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഞാൻ സംരക്ഷിക്കും. ഇത് സുധാകരൻ്റെ വാക്കാണ്. ഇങ്ങനെ സംഭവങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വൈറ്റും ഇട്ടിട്ട് ഈ പറഞ്ഞ അഭിനയിക്കുന്ന ആളുകളെക്കാട്ടും നല്ലത് ഇത്തരം ആളുകളാണ്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ആ നല്ല പ്രായത്തിൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരേണ്ടി എന്നുള്ളത്. അപ്പം പിണറായി വിജയൻ ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്. അതായത് ഇപ്പോൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സതീശൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. സതീശൻ ഈ സഹോദരങ്ങളാണ്, അത് ബാലിയും സുഗ്രീവനുമാണോ ദുര്യോധനും ദുശാസനമാണോ എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അത് അവർ കോൺഗ്രസ്സുകാർ തീർക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇവർ രണ്ടുപേരാണ് നിർത്തിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് എന്താ വലിയ ഔദാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ സതീശൻ നല്ല പാർലമെൻ്ററിയനാണ്, നന്നായിട്ട് പാർലമെൻറ്റ് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന നേതാവാണ്. സുധാകരനാണെങ്കിൽ നിങ്ങൾ സൗത്തിലേക്ക് വിട്, മലബാറിൽ ഒരു ഈ പാവപ്പെട്ട പ്രവർത്തകർക്ക് അടിയിട്ട് ഒരു ആപ്പാടെ വിളിക്കാനുള്ള പേര് സുധാകരേട്ടനാണ്. മുമ്പ് രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു തോന്നുന്നു കണ്ണൂർ. അതിനുശേഷം ഞാനൊരുത്തരം കണ്ടില്ല തട്ടിയും മുട്ടി നോക്കിയിട്ടും എട്ടാന്ന് വിളിച്ചിട്ട് അഭയം ഭാവിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് സുധാകരനെ കൊണ്ടല്ല, പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം അതിലുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ. പിന്നെ ലീഗിൻ്റെ കാര്യം, ലീഗ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം കഴിഞ്ഞാൽ മാരാജി ഭവനിൽ മിക്കവാറും ഒരു
ഒരു എന്താ ഫ്രെയിം ചെയ്ത ഒരു ആപ്തവാക്യം നമ്മൾ കാണേണ്ടതായിട്ട് വരും. ലീഗ് ഈ വീടിൻ്റെ ഐശ്വര്യം. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതാണ് ലീഗ് കളിക്കുന്നത്. ലീഗിന് ഇപ്പോഴും കളവും കാര്യവും മനസ്സിലായിട്ടില്ല. അവരെ ചുറ്റും ഇന്നലെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതി പുലർത്തുന്ന ഒരു ചാനലിൽ ഒരു എഡിറ്റോറിയൽ ബോർഡ് ഡിസ്കഷൻ ഉണ്ടായി. അതിൽ പറഞ്ഞ കാര്യമാണ് ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് കഴിവ് തെളിയിക്കണം. അതാണ് ഇന്ന് നമ്മൾ ചില ലീഗിൻ്റെ നേതാക്കന്മാർ ഉള്ളിൽ പറഞ്ഞു എന്ന് പുറത്ത് കേട്ടത്. ഞാൻ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലീഗിന് സംസ്ഥയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾക്ക് പിന്നീട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ലീഗ് ആകുന്നതിന് മുമ്പേ നമ്മളൊക്കെ എതിർത്തിരുന്ന വേറൊരു ലീഗ് ഉണ്ടായി, ജിന്നയുടെ ലീഗ്. ഇവർ പണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് അന്നും ജയിച്ചിട്ടുണ്ട്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മൂസാസായിട്ട് ജയിച്ചിട്ടുണ്ട്, നീലഗിരി കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊന്നും. അദ്ദേഹക്കാണ് ഇവിടുത്തെ ജിന്നയുടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാകിസ്ഥാൻ വിഭജനം വന്ന സമയത്ത് അയാൾ അവിടെ പോയിട്ട് മന്ത്രിയായി. മനസ്സിലായോ? അന്ന് ഈ പാവങ്ങൾ ഇവിടെ പറ്റിച്ചു പോയതാണ്. അതിനുശേഷമാണ് ഇവർ തിരിച്ചറിയി ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം ഉണ്ടായിരിക്കുന്നത്. അന്ന് അപ്പം അതിൻ്റെ ലീഡർഷിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതേ ഉള്ളൂ. അതിനുശേഷം ഇവർ മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞുകൂടിയതാണ്. ഇവരാരും അടുപ്പിക്കില്ലായിരുന്നു. കാരണം ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ BJP-നെ അല്ലെങ്കിൽ മോഡിനെ RSS-നെ വെക്കുന്നത് അതേപോലെ വെറുത്തുകൊണ്ടിരുന്ന അവിടെ. ആ സമയത്ത് കോൺഗ്രസും CPM ഒക്കെ അതിന് CPM ഒന്നും ആദ്യം മന്ത്രിസഭ കൊണ്ട് കോൺഗ്രസ്സാണ് ആദ്യം സ്പീക്കർ സ്ഥാനം ഒറ്റ കൊടുത്തത്. അങ്ങനെ ഇവരെ കൊണ്ടുവന്നത്. ഇപ്പം വന്ന് ഈ അധികാരമൊക്കെ കിട്ടി ലീഡറൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഈ രീതിയിലൊരു ആക്സെപ്റ്റൻസ് കണ്ട് തൊട്ടുവിടാൻ പറ്റാത്ത പാർട്ടിയായിരുന്നു. ഇപ്പം എല്ലാവർക്കും വേണം. എനിക്കും ലീഗിനെ ഭയങ്കര ബഹുമാനം അപ്പോഴത്തെ ലീഗിന്. പക്ഷേ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ കാലഘട്ടം ഷിഹാദ് തങ്ങളായിരുന്നു. അബൂബക്കർ മസ്ജിദ് പള്ളി പഠിച്ചപ്പം നമ്മൾ പറഞ്ഞു അനങ്ങരുതെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ സെക്യുലർ സംസ്കാരത്തെ അങ്ങനെ നിലനിർത്തി കോൺഗ്രസ് പിന്നെ ഈ രീതിയിൽ UDF-ന് നിലനിർത്തിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ലീഗായിരുന്നു. ഇപ്പം വന്നിട്ട് ഒറ്റക്കാലം അങ്ങോട്ട് നിൽക്കാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു ഈ തീവ്ര ചിന്താഗതിക്കാരുടെ തെറ്റിദ്ധാരണ കൊണ്ട് അവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ മൂലം ലീഗിന് തോന്നി തുടങ്ങിയാൽ ഇവിടെ കോൺഗ്രസ് ഉണ്ടാവുകയല്ല, ലീഗിന് ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റും. അപ്പോൾ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ അവസ്ഥ എന്തായിരിക്കും നോക്കണം. അഫ്ഗാനിസ്ഥാൻ ഇതല്ല, കോൺടാക്ട് ഇതല്ലെങ്കിൽ പോലും ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മുസ്ലിം സമൂഹങ്ങൾ ഒന്നായിരുന്നു. ഈ റഷ്യൻ ആക്രമണം അതിനുശേഷം താലിബാനും വന്നതിന് ശേഷം ഉണ്ടല്ലോ 6-ാം നൂറ്റാണ്ടിലാണ് അവർ ജീവിക്കുന്നത്. ഇങ്ങനെ ചരിത്രത്തിൽ പിന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കിയാൽ കൊള്ളാം. ശരി, തിരിച്ചു